രാജാവിന്റെ മുത്തശ്ശി സുഖമില്ലാതെ കിടപ്പിലാണ്. അദ്ദേഹത്തിന് തന്റെ മുത്തശ്ശിയെ വളരെ ഇഷ്ടമായിരുന്നു. കടുത്ത ദൈവവിശ്വാസിയായിരുന്നു ആ മുത്തശ്ശി. മാത്രമല്ല, അവർ കൊട്ടാരത്തിലുള്ള ഉദ്യോഗസ്ഥരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അവർക്ക് ധാരാളം ദാനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഒരു ദിവസം, പ്രഭോ, മുത്തശ്ശി അങ്ങേ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ദാ വരുന്നു. മകനെ, എന്റെ കാലം കഴിയാറായി. എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ് മുത്തശ്ശി? എന്താണെങ്കിലും പറഞ്ഞോളൂ. എനിക്ക് അവസാനമായി കൊട്ടാരത്തിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല മുന്തിയ ഇനം മധുര നാരങ്ങ കൊടുക്കാൻ ഒരാഗ്രഹം. തന്റെ മുത്തശ്ശിയുടെ ആഗ്രഹം അറിഞ്ഞ രാജാവ് അത് സാധിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ഭടന്മാരെ വിളിച്ച് ആജ്ഞാപിച്ചു. ആരവിടെ? എത്രയും വേഗം രാജ്യത്തിൽ നിന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മധുര നാരങ്ങകൾ ശേഖരിച്ചു കൊണ്ടുവരുക. എന്നാൽ ഭടന്മാർ മധുര നാരങ്ങകളുമായി എത്തുന്നതിന് മുൻപ് തന്നെ ആ മുത്തശ്ശി മരണപ്പെട്ടു. പെട്ടെന്നുള്ള മുത്തശ്ശിയുടെ മരണം രാജാവിനെ വളരെയധികം ദുഃഖിതനാക്കി. ദിവസങ്ങൾ കടന്നുപോയിട്ടും രാജാവ് തന്റെ മുത്തശ്ശിയുടെ വേർപാടിൽ നിന്നും മുക്തനായില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവിന് തന്റെ മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹത്തെക്കുറിച്ച് ഓർമ്മ വന്നു. എനിക്ക് അവസാനമായി കൊട്ടാരത്തിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല മുന്തിയ ഇനം മധുര നാരങ്ങ കൊടുക്കാൻ ഒരാഗ്രഹം. ഏതു വിധേനയും മുത്തശ്ശിയുടെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കണം. എന്നാലേ മുത്തശ്ശിക്ക് ആത്മശാന്തി കിട്ടുകയുള്ളൂ. ആരവിടെ? ഖജാഞ്ചിയോട് വരാൻ പറയൂ. അല്ലയോ ഖജാഞ്ചി, എന്റെ മുത്തശ്ശി അവസാനമായി ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു. അതെനിക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കണം. തീർച്ചയായും പ്രഭു, അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എന്തായിരുന്നു ആ ആഗ്രഹം? കൊട്ടാരത്തിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല മുന്തിയ ഇനം മധുര നാരങ്ങ ദാനം നൽകാൻ ആഗ്രഹിച്ചിരിക്കുന്നു. എന്നാൽ ആ ആഗ്രഹം സാധിക്കാതെയാണ് മുത്തശ്ശിയുടെ മരണം സംഭവിച്ചത്. അവസാനമായി മുത്തശ്ശി തന്നോട് ആവശ്യപ്പെട്ട ആ ആഗ്രഹം സാധിച്ചു കൊടുത്താൽ മാത്രമേ മാതാവിന് ആത്മശാന്തി ലഭിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് കേട്ട ഖജാഞ്ചിയുടെ ഉള്ളിൽ അത്യാഗ്രഹം കടന്നുകൂടി. ഒരു നിമിഷം ആലോചിച്ചതിനു ശേഷം രാജാവിനോട് പറഞ്ഞു, അല്ലയോ പ്രഭു, മുത്തശ്ശിക്ക് സഫലമാക്കാൻ കഴിയാത്ത അവസാനത്തെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഒരു ഉപായമുണ്ട്. ഇത് കേട്ട രാജാവ് ആകാംക്ഷയോടെ ഖജാഞ്ചിയോട് പറഞ്ഞു, ആ ഉപായം എന്തു തന്നെയായാലും എന്നോട് പറഞ്ഞാലും ഞാനത് മുത്തശ്ശിക്ക് വേണ്ടി നിറവേറ്റുക തന്നെ ചെയ്യും. പ്രഭു, മധുര നാരങ്ങയ്ക്ക് പകരം കൊട്ടാരത്തിലുള്ളവർക്ക് എല്ലാവർക്കും സ്വർണ്ണ നാരങ്ങ ദാനം നൽകിയ തീർച്ചയായും മുത്തശ്ശിക്ക് ആത്മശാന്തി കിട്ടുന്നതായിരിക്കും. സ്വർണ്ണ നാരങ്ങ എന്ന് കേട്ടപ്പോൾ രാജാവ് ഒന്ന് അമ്പരന്നു. എന്നാലും മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹം സഫലമാകാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ രാജാവ് മറ്റൊന്നും ചിന്തിക്കാതെ അത് സമ്മതിച്ചു. അടുത്ത ദിവസം തന്നെ സ്വർണ്ണ നാരങ്ങ ദാനം ചെയ്യുവാൻ തീരുമാനിച്ചു. ഇതിനായി എല്ലാവരെയും രാജാവ് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ വിവരമെല്ലാം അറിഞ്ഞ മന്ത്രി അത്യാഗ്രഹിയായ ഖജാഞ്ചിയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനായി അദ്ദേഹം ഖജാഞ്ചിയെ ചെന്ന് കണ്ടു. അല്ലയോ ഖജാഞ്ചി, അടുത്ത ദിവസം എന്റെ മാതാവിന്റെ ചരമവാർഷികമാണ്. മരണത്തിനു മുമ്പ് മാതാവിന്റെ ഒരു ആഗ്രഹം സഫലമാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ കൊട്ടാരത്തിലുള്ളവർക്കെല്ലാവർക്കും ദാനം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ദാനത്തിലൂടെ എന്റെ മാതാവിന് ആത്മശാന്തി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നാളെ നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ദാനം സ്വീകരിക്കണം. തീർച്ചയായും ഞാൻ അങ്ങയുടെ വീട്ടിൽ വരുന്നതായിരിക്കും. പക്ഷേ രാവിലെ രാജാവിന്റെ കയ്യിൽ നിന്നും ദാനം സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അവിടേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. മന്ത്രി പോയി കഴിഞ്ഞതും ഖജാഞ്ചി മനസ്സിൽ പറഞ്ഞു, നാളെ നമുക്ക് വളരെ നല്ല ദിവസമാണ്. രാജാവിന്റെ കയ്യിൽ നിന്നും മന്ത്രിയുടെ കയ്യിൽ നിന്നും കാര്യമായി തന്നെ കിട്ടും. അതുകൊണ്ട് കുറെ നാൾ സുഖമായി കഴിയാം. നാളെ തന്നെ തേടി വരാൻ പോകുന്ന സൗഭാഗ്യത്തെയും സ്വപ്നം കണ്ട് ഖജാഞ്ചി കിടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഖജാഞ്ചി രാജാവിനെ കാണാൻ പോയി. രാജാവിന്റെ കയ്യിൽ നിന്നും സ്വർണ്ണനാരങ്ങ വാങ്ങി ഖജാഞ്ചി മന്ത്രിയുടെ വീട്ടിലേക്ക് യാത്രയായി. തന്റെ വീട്ടിലെത്തിയ ഖജാഞ്ചിയെ മന്ത്രി സ്വീകരിച്ചു. എന്നിട്ട് ദാനം സ്വീകരിക്കാൻ കാത്തിരുന്ന ഖജാഞ്ചിയോട് പറഞ്ഞു,
എന്റെ മാതാവിന് കാലിൽ വാതരോഗമായിരുന്നു. മാതാവിന്റെ അവസാനത്തെ നാളുകളായപ്പോൾ വാതരോഗം മൂർച്ഛിച്ചു. മാതാവിന് കാൽവേദന സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇരുമ്പ് കമ്പി ചൂടാക്കി കാലിൽ വെച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. എന്നാൽ ഞാൻ ഒരിക്കലും അത് ചെയ്തില്ല. മാതാവിന്റെ ആ അവസാനത്തെ ആഗ്രഹം സാധിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. ഇത് കേട്ടതും ഗജാഞ്ചി ഒന്ന് ഞെട്ടി. എനിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മാതാവിന്റെ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുന്നത്? ഗജാഞ്ചിയുടെ ഈ ചോദ്യം കേട്ട് മന്ത്രി ഉടൻ തന്നെ ചൂടാക്കാൻ വെച്ചിരുന്ന ഇരുമ്പ് കമ്പി കാണിച്ചു കൊടുത്തു. മാതാവിന്റെ ആ ആഗ്രഹം സഫലമാക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാനിപ്പോൾ ഒരു ഇരുമ്പ് കമ്പി നിങ്ങളുടെ കാലിൽ വെക്കാൻ പോവുകയാണ്. അതിലൂടെ എന്റെ മാതാവിന് ആത്മശാന്തിയും കിട്ടും. മന്ത്രി തന്റെ കാലിൽ ചൂട് ഇരുമ്പ് കമ്പി വെക്കുമെന്ന് ഭയന്ന ഗജാഞ്ചി മന്ത്രിയോട് പറഞ്ഞു, അല്ലയോ മന്ത്രി, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഇതൊരിക്കലും സാധ്യമല്ല. ചൂട് ഇരുമ്പ് കമ്പി എന്റെ കാലിൽ വെച്ചാൽ എങ്ങനെയാണ് നിങ്ങളുടെ മാതാവിന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നത്? രാജാവിന്റെ മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹം രാജാവ് സ്വർണ്ണ നാരങ്ങ ദാനം ചെയ്യുന്നതിലൂടെ സഫലമാകുമെങ്കിൽ എന്റെ മാതാവിന്റെ ആഗ്രഹവും തീർച്ചയായും ഈ ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പി നിങ്ങളുടെ കാലുകളിൽ വെക്കുന്നതിലൂടെ സഫലമാകും. ബുദ്ധിശാലിയായ മന്ത്രി തന്നെ തന്ത്രപൂർവ്വം കുടുക്കിയതാണെന്ന് മനസ്സിലാക്കിയ ഗജാഞ്ചി ഉടൻ തന്നെ മന്ത്രിയുടെ കാൽക്കൽ വീണു മാപ്പ് അപേക്ഷിച്ചു. ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കുകയില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. മാത്രമല്ല ആ സ്വർണ്ണ നാരങ്ങകൾ തിരികെ നൽകിക്കൊണ്ട് മന്ത്രി രാജാവിനോട് പറഞ്ഞു, അല്ലയോ പ്രഭു, നമ്മൾ ദാനം ചെയ്യുന്നത് വളരെ മഹത്തരമായ കാര്യമാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഈ സൽക്കർമ്മം വളരെ ബുദ്ധിപൂർവമായിരിക്കണം. ഉചിതമായ കൈകളിലാണ് ഇത് എത്തിച്ചേരുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. രാജാവിന് തന്റെ അബദ്ധം മനസ്സിലായി. ഇനി ദാനം ചെയ്യുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കുമെന്ന് മന്ത്രിക്ക് ഉറപ്പു നൽകി. മാത്രമല്ല മന്ത്രിയുടെ ബുദ്ധിശക്തിയിൽ അതീവ സന്തുഷ്ടനായ രാജാവ് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തിന് സമ്മാനം നൽകുകയും ചെയ്തു. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് താതി കുതാ
ഒരിക്കൽ നമ്മുടെ മന്ത്രി വനപാതയിലൂടെ കുതിരപ്പുറത്തേറി ഒരു ദീർഘയാത്ര പുറപ്പെട്ടു. അക്കാലത്ത് മറ്റൊരു നഗരത്തിലെത്താൻ കാട്ടിലൂടെ ദീർഘദൂരം സഞ്ചരിക്കണം. പെട്ടെന്നാണ് വഴിയിൽ മറ്റൊരു യാത്രക്കാരനെ നമ്മുടെ മന്ത്രി കണ്ടത്. നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത്? എങ്ങോട്ടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്? ഞാൻ പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു. എനിക്ക് വഴി തെറ്റി. എന്നെ ഒന്ന് സഹായിക്കാമോ? അതിനെന്താ, ഞാനും പട്ടണത്തിലേക്കാണ്. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അങ്ങനെ രണ്ടുപേരും കൂടി കുതിരപ്പുറത്ത് കയറി യാത്ര തുടർന്നു. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടോ? 2 രാത്രികൾ കഴിയണം പട്ടണത്തിലേക്ക് എത്താൻ. അങ്ങനെയെങ്കിൽ ഇവിടെ അടുത്ത് എനിക്ക് അറിയാവുന്ന ഒരു വിശ്രമ മന്ദിരമുണ്ട്. ഇന്ന് രാത്രി നമുക്ക് അവിടെ തങ്ങി നാളെ വെളുപ്പിന് യാത്ര തുടരാം. എന്താ? അങ്ങനെ ആവട്ടെ. പരിചയപ്പെടാൻ മറന്നു. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് അമർനാഥ്. എന്ത് ചെയ്യുന്നു? പട്ടണത്തിൽ എനിക്ക് പഴഞ്ചാറ് വിൽക്കുന്ന ഒരു കടയുണ്ട്. പഴഞ്ചാറ് കുടിച്ചിട്ട് നാളുകളായി. നിങ്ങളുടെ കയ്യിലുണ്ടോ? വല്ലാത്ത ക്ഷീണം. പൂവ്, ഞാൻ പട്ടണത്തിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് കുപ്പികളുണ്ട്. അതിലൊരു കുപ്പി എടുക്കട്ടെ? അതിനെന്താ, ക്ഷീണം അകറ്റാലോ. അയാൾ തന്റെ ബാഗിലുള്ള പാനീയം മന്ത്രിക്ക് കൊടുത്തു. മന്ത്രി പാനീയം കുടിച്ചതും ബോധം കെട്ടു വീണു. ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു അയാൾ. യഥാർത്ഥത്തിൽ അയാൾ യാത്രക്കാരനായിരുന്നില്ല. യാത്രക്കാരെ കൊള്ളയടിക്കുന്ന ഒരു കള്ളനായിരുന്നു അയാൾ. മന്ത്രിക്ക് ഉറക്കം വരാനുള്ള മരുന്ന് കലക്കിയ പാനീയമായിരുന്നു അയാൾ കൊടുത്തത്. അയാൾ മെല്ലെ എഴുന്നേറ്റ് മന്ത്രിയുടെ തലയ്ക്കടിയിൽ മന്ത്രിയെ ശല്യം ചെയ്യാതെ പരതി നോക്കി. പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. പണം വെക്കുന്ന മന്ത്രിയുടെ പോക്കറ്റിൽ അയാൾ ശ്രദ്ധാപൂർവം തിരഞ്ഞു. പക്ഷെ ഒരു പൈസ പോലും കണ്ടെത്താനായില്ല. ക്ഷമ കെട്ട് അയാൾ കുതിരയുടെ പുറത്തും തിരഞ്ഞു. നിരാശയായിരുന്നു ഫലം. അങ്ങനെ അയാൾ നിരാശയോടെ അന്ന് രാത്രി അവിടെ തന്നെ കിടന്നുറങ്ങി. ഇന്നലെ കണ്ണടച്ചതേ ഓർമ്മയുള്ളൂ. ക്ഷീണം കാരണം വേഗം ഉറങ്ങിപ്പോയി. അതെ അതെ, ഞാനും. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഇരുവരും യാത്ര തുടർന്നു. പല കഥകൾ പറഞ്ഞും തമാശകൾ പറഞ്ഞും പഴങ്ങൾ പറിച്ചു തിന്നും രണ്ടാമത്തെ രാത്രിയായതും അവരറിഞ്ഞില്ല. കള്ളന്മാർ ഒരുപാടുള്ള സ്ഥലമാണ്. ഇവിടെ സൂക്ഷിക്കണം. അതെ, ഇവിടെ അടുത്ത് ഞാൻ തങ്ങാറുള്ള ഒരു വിശ്രമ കേന്ദ്രമുണ്ട്. ഇന്ന് നമുക്ക് അവിടെ തങ്ങാം. എന്താ? പതിവ് പോലെ യാത്രക്കാരൻ തന്റെ പാനീയം മന്ത്രിക്ക് നീട്ടി. മന്ത്രി അത് കുടിച്ച് ബോധം കെട്ടുറങ്ങി. കള്ളൻ വീണ്ടും അവിടെയെല്ലാം തിരയാൻ തുടങ്ങി. പക്ഷെ ഒന്നും കിട്ടിയില്ല. വീണ്ടും നിരാശനായി കിടന്നുറങ്ങി. അടുത്ത ദിവസം 2 യാത്രക്കാരും വിശുദ്ധ നഗരമായ തിരുപ്പതിയിലെത്തി. ഇതാ, ഈ പണം കയ്യിൽ വെച്ചുകൊള്ളുക, എന്റെ ഒരു സന്തോഷത്തിന്. നന്ദിയുണ്ട്. അങ്ങ് കോപിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ? എന്തു പറ്റി? എന്താണ് കാര്യം? പറയൂ, കേൾക്കട്ടെ. ഞാൻ അങ്ങയെ കബളിപ്പിക്കുകയായിരുന്നു. ഞാൻ കച്ചവടക്കാരനല്ല, ഒരു കള്ളനാണ്. പക്ഷേ എന്റെ മോഷണ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ പരാജയം നേരിട്ടിട്ടില്ല. പക്ഷേ ഞാൻ ഇത്തവണ അങ്ങേക്ക് മുന്നിൽ പരാജയപ്പെട്ടു. ഇനിയെങ്കിലും എന്നോട് പറയൂ, നിങ്ങൾ രാത്രിയിൽ പണം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത്? നിങ്ങളുടെ ആ രഹസ്യം അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. നിന്നെ കണ്ടപ്പോൾ തന്നെ നീ കള്ളനാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരണമെങ്കിൽ എനിക്കൊരു വാക്ക് തരണം. എന്താണത്? ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന്. ഇല്ല, ഞാൻ ഇനി മോഷ്ടിക്കില്ല. പറയൂ. നിങ്ങൾ ഒരിക്കലും കണ്ടെത്താത്ത സ്ഥലത്ത് ഞാൻ പണം ഒളിപ്പിച്ചു. പക്ഷെ എവിടെ? ഞാൻ അത് എല്ലായിടത്തും തിരഞ്ഞിരുന്നല്ലോ. നിങ്ങളുടെ തലയണയ്ക്കടിയിൽ നിങ്ങൾ തിരഞ്ഞിരുന്നോ? എന്ത്? ഞാൻ നിങ്ങളുടെ തലയണക്കടിയിലാണ് തിരഞ്ഞത്, പക്ഷേ ഒന്നും കണ്ടെത്തിയില്ല. എന്റെ തലയണക്കടിയിൽ ഞാൻ എന്തിന് നിങ്ങളുടെ പണം അന്വേഷിക്കണം? എന്റെ പണം നിങ്ങൾ ഒരിക്കലും അന്വേഷിക്കാത്ത ഒരേ ഒരു സ്ഥലം അതാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇത് കേട്ട കള്ളൻ മന്ത്രിയെ വണങ്ങി. പിന്നീട് ഒരിക്കലും അയാൾ മോഷ്ടിച്ചിട്ടില്ല.
അത് ശരി, ഞാൻ കളിക്കാൻ വിളിച്ചിട്ട് നീ ഇവിടെ കുത്തിയിരുന്ന് പടം വരയ്ക്കുകയാണല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, ഇവൻ എന്നെ വരയ്ക്കാൻ സമ്മതിക്കുന്നില്ല. മോനെ, ഇവിടെ വന്നേ. അവൾ വരയ്ക്കുകയല്ലേ, അതെന്തിനാ എടുത്തുകൊണ്ട് പോയത്? ഞാൻ കളിക്കാൻ വിളിച്ചിട്ട് അവള് വന്നില്ല, അതാ ഞാൻ തട്ടിപ്പറിച്ചോടിയത്. ആ പോട്ടെ, ഇനി അതും പറഞ്ഞ് തല്ല് കൂടണ്ട രണ്ടാളും. എവിടെ മോള് വരച്ചത് മുത്തശ്ശി കണ്ടില്ലല്ലോ, നോക്കട്ടെ. ഹായ്, നല്ല രസമുണ്ടല്ലോ ഈ കിളികളെ കാണാൻ. എന്നാൽ മുത്തശ്ശി ഇന്ന് 2 കിളികളുടെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ 2 കിളികൾ താമസിച്ചിരുന്നു. ദിവസങ്ങളായി പെൺകുരുവി അടയിരിക്കുകയായിരുന്നു. 5 മുട്ടകളുണ്ട്. അത് വിരിഞ്ഞാൽ അവർക്ക് 5 മക്കളുണ്ടാകും. ആദ്യമായി തങ്ങൾ മാതാപിതാക്കളാവാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ആ കിളികൾ. അതെ, കുഞ്ഞുങ്ങളായ പിന്നെ ഇങ്ങനെ ഒരുമിച്ചിരിക്കാനും കിന്നാനം പറയാനും ഒന്നും സൗകര്യം കിട്ടില്ല കേട്ടോ. ഓ പിന്നെ അങ്ങനെയൊന്നുമില്ല. കുഞ്ഞുങ്ങളായാലും ഇല്ലേലും നമ്മൾ എന്നും ഇതുപോലെ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയണം എന്നാണ് എന്റെ പ്രാർത്ഥന. ദൈവം അനുഗ്രഹിക്കട്ടെ. അയ്യോ, എന്താണിത്? ഭൂമി കുലുക്കുമോ? അയ്യോ ചേട്ടാ, നമ്മുടെ കുഞ്ഞുങ്ങൾ. ആനക്കുട്ട, ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കല്ലേ. ഞങ്ങളുടെ മുട്ടകൾ താഴെ വീണുടഞ്ഞു പോകും. ആനക്കുട്ടനുണ്ടോ? ആൺകിളിയുടെ കരച്ചിൽ കേൾക്കുന്നു. അവൻ കൂടുതൽ ശക്തിയോടെ കരച്ചില കുലുക്കി. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ ദുഷ്ട. ഇത്തിരി പോന്ന നീ എന്നെ എന്തു ചെയ്യാനാണ്? നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്. ഞാൻ ആ പുഴക്കരയിൽ കാണും. ഇതും പറഞ്ഞ ആന അവിടെ നിന്നും നടന്നുപോയി. ആൺകിളി വേഗം വീട്ടിനുള്ളിലേക്ക് പറന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇല്ല, ഞാൻ അവരെ ചേർത്ത് പിടിച്ചിരുന്നു. ഹാവൂ, ദൈവം രക്ഷിച്ചു. എന്തായാലും ആ ആനയെ ഇനി അങ്ങനെ വിട്ടുകൂടാ. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. അവനിനി ഇതുപോലെ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് തൊട്ടടുത്ത മരത്തിൽ കൂടുകൂട്ടിയ ഒരണ്ണാൻ അവിടേക്ക് വന്നു. ഞാനും എല്ലാം കാണുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എന്റെ വീടിന് നേരെ ആയിരുന്നു ആനക്കുട്ടന്റെ ആക്രമം. നമ്മൾ ചെറുജീവികൾ എന്ത് ചെയ്യാനാ? സഹിക്കുകയല്ലാതെ. ദുഷ്ടനായ ആ ആനക്കുട്ടനോട് പകരം വീട്ടാൻ ഞങ്ങളെ സഹായിക്കാമോ? ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, തേനീച്ചറാണി. ഞാൻ അവളെ കൂടെ വിളിച്ചുകൊണ്ടുവരാം. അവൾക്കും ഈ ആനയോട് വിരോധമുണ്ട്. അവളുടെ കൂടെ ഒരു ദിവസം ഇവൻ തകർത്തു. ആ പക മനസ്സിൽ വെച്ച് നടക്കാണവൾ. അവനോട് പ്രതികാരം ചെയ്യാൻ. എന്നാ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. ഐക്യമത്യം മഹാബലം. ഇപ്പോ തന്നെ തേനീച്ചറാണിയെ വിളിക്കി. ആൺകിളി നടന്ന കാര്യങ്ങൾ തേനീച്ചറാണിയോട് പറഞ്ഞു. ഞാനിതാ ഇപ്പൊ തന്നെ വരാം. ഇതാണ് ഞാൻ പറഞ്ഞ തേനീച്ചറാണി. നമസ്കാരം. അറിഞ്ഞില്ലേ, നിന്റെ കൂട് തകർത്ത ആ മതയാന ഇവരുടെ ഈ കൂടും തകർക്കാൻ നോക്കി. ഇനിയും അവനെ ഇങ്ങനെ വെച്ച് പൊറപ്പിച്ചൂടാ. ശരിയാണ്, ഈ ചിന്ത കുറച്ചു നാളായി എന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. എനിക്കൊരു ചങ്ങാതിയുണ്ട്, അറിയാലോ, തവളച്ചേട്ടൻ. അറിയാം, പുഴക്കരയിൽ താമസിക്കുന്ന മാക്രിക്കാരനല്ലേ? അതെ, ആ ആള് തന്നെ. നമ്മുടെ ദുഃഖം ഞാൻ വരുന്ന വഴിക്ക് തവളച്ചേട്ടനോടും പറഞ്ഞു. അങ്ങേരെ ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. എന്തു വഴി? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? നമുക്ക് തവളച്ചേട്ടനെ ഒന്ന് പോയി കാണാം. ഇപ്പോൾ പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ. ഓക്കെ, നമുക്ക് ഇപ്പോൾ തന്നെ പോകാം. തേനീച്ച എല്ലാ വിവരവും മാക്രിക്കാരനവരെ ധരിപ്പിച്ചു.
കാരണവർ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് അവർക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ആ ആന ഇപ്പോൾ മതപ്പാടിലാണ്. അവനെ കൊണ്ട് ഇനി ആർക്കും ശല്യം ഉണ്ടാവരുത്. ദാ ഇവിടെ അടുത്തുള്ള ഒരു പാറയിലാണ് അവൻ പതിവായി കിടക്കാറുള്ളത്. ഉച്ചനേരത്ത് വെള്ളം കുടിക്കാൻ എഴുന്നേൽക്കും. അന്നേരം നിങ്ങൾ തേനീച്ചക്കൂട്ടം നിങ്ങളുടെ പണി തുടങ്ങണം. തലയിലും കണ്ണിലും കുത്തേറ്റ് കണ്ണ് കാണാൻ പോലും വയ്യാതെ ആനക്കുട്ടൻ പരക്കം പായും. ദാഹിച്ചു നിൽക്കുന്ന അവന്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ആകെ വെപ്രാളമാവും. ദാഹം തീർക്കാൻ എന്തു വഴിയെന്ന് തിരയുകയാവും അവൻ. അന്നേരം ചളിക്കുയിലിരുന്ന് ഞങ്ങൾ പൊക്രം പൊക്രം എന്ന് വിളിക്കാം. കുളക്കരയിലിരുന്നാണ് തവളകൾ കരയുന്നതെന്ന് വിചാരിച്ച് അവൻ ചളിക്കുയിലേക്ക് വരും. ചളിക്കുയിൽ ഇറങ്ങിയാൽ പിന്നെ അവന് കരയ്ക്ക് കയറാൻ കഴിയില്ല. ആ ചളിക്കുയിൽ കിടന്ന് അവനൊരു പാഠം പഠിക്കും. എങ്ങനെയുണ്ട്? അടിപൊളി. മാക്രിക്കാരനവരുടെ സൂത്രം ഫലിച്ചു. വെള്ളം കുടിക്കാൻ വന്ന ആന അവിടെ എത്തിയതും തേനീച്ചക്കൂട്ടം തങ്ങളുടെ പണി തുടങ്ങി. അപ്പോഴാണ് ദൂരെ തവളച്ചേട്ടന്റെ കരച്ചിൽ കേട്ടത്. ആനക്കൂട്ടൻ വേഗം ആ ഭാഗത്തേക്ക് പാഞ്ഞു. തവള കരയുന്നിടത്ത് കുളമോ നദിയോ ഉണ്ടാകുമല്ലോ. വെള്ളത്തിൽ ചാടിയാൽ കടന്നൽ കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെടാമല്ലോ. തവളയുടെ കരച്ചിൽ കേട്ട സ്ഥലത്ത് പാഞ്ഞെത്തിയ ആനക്കുട്ടൻ അടിതെറ്റി വീണത് ഒരു ചളിക്കുഴിയിലേക്കായിരുന്നു. കുറെ നേരം കഴിഞ്ഞ് മറ്റാനകൾ വന്ന് ആനക്കുട്ടനെ കൊക്കയിൽ നിന്നും രക്ഷിച്ചു. വീഴ്ചയിൽ നല്ല പരുക്ക് പറ്റിയ ആനക്കുട്ടൻ അതോടുകൂടി ഒരു പാഠം പഠിച്ചു. പിന്നെ അവൻ ആരെയും ഉപദ്രവിച്ചില്ല. നിസ്സാരന്മാരാണെങ്കിലും ഒന്നിച്ചു നിന്നാൽ വൻ ശക്തിയാവും. ആ ശക്തിക്ക് ഏത് വമ്പനെയും അടിയറവ് പറയിക്കാനാകും.